സോണിയാഗാന്ധി ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ ചെയ്തിട്ടുള്ള ചരട് കെട്ടുമോ? അപ്പൊ വീണ്ടും ഒരു ചോദ്യമുണ്ട്. ശബരിമല ക്ഷേത്രം ഒരു ഹിന്ദു ക്ഷേത്രമായിട്ടല്ലല്ലോ. അവിടെ യേശുദാസ് അടക്കമുള്ള ആളുകൾ പോയി, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാം പോകുന്ന അമ്പലമാണല്ലോ. അവിടെ പോകുന്നതിന് ജാതി ഒരു വിഷയമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവിടെ നിന്ന് കൊണ്ടുവരുന്ന പൂജാതി കർമ്മങ്ങൾ അവിടെ നടത്തുന്നതിനും അവിടെ നിന്ന് കൊണ്ടുവരുന്ന നൂല് കെട്ടുന്നതിനും ഒരു പ്രശ്നമില്ല. അപ്പോൾ സോണിയാഗാന്ധിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടിയും ആയുരാരോഗ്യത്തിന് വേണ്ടിയും രാഷ്ട്രീയ പുരോഗതിക്ക് വേണ്ടിയും ധന ഉറപ്പിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗ്യസൂക്ത പൂജ ചെയ്ത് കൊണ്ടുപോയിട്ടുള്ള ഒരു നൂലാണ് കെട്ടി, ആ ഭാഗ്യസൂക്തമൊക്കെ നടത്തി അതുപോലെ ചരട് ജപിച്ചു കൊണ്ടുപോയി കെട്ടിയതാണ് എന്നൊരു വാദവുമുണ്ട്. എന്തായാലും സോണിയാഗാന്ധിയിലേക്ക് ചിലപ്പോൾ മൊഴിയെടുക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട്. അതുപോലെ തന്നെ അടൂർ പ്രകാശുമായി ശക്തമായ ബന്ധമുണ്ടെന്ന് അടൂർ പ്രകാശിനെ സമ്മതിക്കുന്നു. എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, ഞാനുമായി നല്ല ബന്ധമുണ്ടെന്ന്. അപ്പോൾ അടൂർ പ്രകാശിനെയും ചോദ്യം ചെയ്യാനുള്ള സാധ്യത കാണുന്നു, അല്ലെങ്കിൽ മൊഴിയെടുക്കാൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് എടുക്കാനുള്ള സാധ്യത കാണുന്നു. പിന്നെ ഒരു സാധ്യതയുള്ളത് ആന്റോ ആന്റണിയാണ്. അപ്പോൾ ആന്റോ ആന്റണി എം പിയുമായും ഇത്തരത്തിലൊരു മൊഴിയെടുക്കലോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് എടുക്കലോ ഒരു വിവരശേഖരണമോ ഒക്കെ നടത്തിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും സോണിയാഗാന്ധിയിലേക്ക് ഇത് നീങ്ങുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ പറയാൻ കഴിയില്ല. സോണിയാഗാന്ധിയിലേക്ക് നീങ്ങിയാലും അത് ഇറ്റലിയിലേക്കൊന്നും പോകാനുള്ള സാധ്യതയില്ല. വർഷങ്ങൾക്ക് മുമ്പ് സുബ്രഹ്മണ്യ സ്വാമി ഉയർത്തിയ ഒരു ആരോപണത്തെ ഇറ്റലിയിൽ ഇരിക്കുന്ന സോണിയാഗാന്ധിയുടെ സഹോദരിയുമായിട്ടൊക്കെ ബന്ധിപ്പിച്ചിട്ട് ആ ആരോപണത്തിന് ഉപോത്ബലകമായി ശബരിമലയിലെ സ്വത്ത് അടിച്ചുകൊണ്ട് പോയി ഇറ്റലിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്നൊക്കെ പറയുന്നതിനകത്ത് വലിയ എക്സാജറേഷൻ ഉണ്ട്. അത് ഈ അപസർപ്പ കഥകൾ ഇങ്ങനെ മെനഞ്ഞു പോകുമ്പോൾ ഒരു തോന്നലുണ്ട് അതിനകത്ത്. അതിന് കൃത്യമായ തെളിവുകളില്ല. അതേസമയം സോണിയാഗാന്ധിയെ കണ്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ആ ബന്ധം ഉപയോഗിച്ചിട്ട് ഇപ്പൊ കണ്ടു, പോയി നൂല് കെട്ടി കൊടുത്തു, അവിടെ പൂജാതി സാധനങ്ങളൊക്കെ കൊടുത്തു, അതിനുശേഷം ആ ബന്ധം മുതലാക്കിക്കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള മറ്റേതെങ്കിലും റിലേഷൻ നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് ഉണ്ണികൃഷ്ണൻ പോയിട്ട് പോകുന്നുണ്ടോ